ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം ഹിസ്റ്ററിയുടെ 4ാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ പറയുന്നത് പെയ്ഡ് നോട്ട്സ് ഉണ്ട്, മലയാളം നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. വാട്സപ്പിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ ഒരു 3 ബ്ലോക്ക് എടുത്തിട്ട് അവിടെ നിർത്തി വെച്ച് മലയാളമാണ് പിന്നെ എടുത്തിരുന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇതൊരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് മലയാളത്തിലേക്ക് പോവാം കേട്ടോ. മാറി എടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ എക്സാം അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉപകാരം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ മാറി ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അതേപോലെ അസൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ വരികയോ ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസും തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ 4ാമത്തെ ബ്ലോക്കിൻ്റെ പേര് ഇന്ത്യ ഡ്യൂറിങ് ദ മൗര്യാസ് എന്നാണ്. മൗര്യന്മാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയെക്കുറിച്ചാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അലക്സാണ്ടറുടെ ആക്രമണം, ഗ്രീക്ക് ആക്രമണമൊക്കെ പറയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ 1ാമത്തെ യൂണിറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ബിഫോർ ദ മൗര്യാസാണ്. മൗര്യന്മാർ വരുന്നതിന് മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ നമുക്ക് ആദ്യം വരുന്നത് പേർഷ്യൻ അധിനിവേശമാണ്. നോക്കാം. BC 6ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ ഇന്ത്യയിൽ, അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ രാഷ്ട്രീയ ഐക്യം ഒട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ കിഴക്കൻ ഭാഗങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയ പ്രിൻസിപ്പാലിറ്റികളായിട്ട് റിപ്പബ്ലിക്കുകളായിട്ടൊക്കെ മഗധയോട് അങ്ങോട്ട് ചേർന്നു. മഗധ നല്ലൊരു ശക്തമായ സാമ്രാജ്യമായിരുന്നില്ല, അതിനോട് ചേർന്നു. ചെറു രാജ്യങ്ങളിൽ ചിലത് എന്ത് ചെയ്തു, പരസ്പരം കലഹിച്ചു കൊണ്ടിരുന്നു. മാത്രവുമല്ല അവർ പരസ്പരം പോരാട്ടങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പം ഇത് ആ പരസ്പരമുള്ള ഈ ചെറു രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളുടെ പോരാട്ടങ്ങളും കൂടാതെ രാജ്യത്തിൻ്റെ ഫലപുഷ്ടമായ ഭൂമിയും അല്ലെങ്കിൽ മണ്ണും പ്രകൃതി വിഭവങ്ങളുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പേർഷ്യൻ ഭരണാധികാരികളുടെ ശ്രദ്ധ തിരിഞ്ഞതും ഇത് കാരണം കൊണ്ട് തന്നെയാണ്. BC 516 പേർഷ്യൻ ഭരണാധികാരിയായ ഡാരിയസ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയെ ആക്രമിക്കുകയും സിന്ധു നദിയുടെ ചില ഭാഗങ്ങൾ എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തു. ഡാരിയസ് ഒന്നാമൻ്റെ മകൻ സെർബസും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും അവരുടെ സൈന്യത്തിന് സൈനികരെ നൽകിയ ഇന്ത്യൻ പ്രവിശ്യകളിൽ ഒരു പരിധിവരെ അധികാരം നിലനിർത്തി. എന്നാൽ മാസിഡോണിയയിലെ അലക്സാണ്ടർ ഡാരിയസ് മൂന്നാമനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം മുഴുവൻ പിടിച്ചെടുത്തു. ഇന്ത്യയിൽ ഡാരിയസിനുണ്ടായിരുന്ന സാമ്രാജ്യം മുഴുവൻ പിടിച്ചെടുത്തു. അന്ന് ഇന്ത്യ ഇറാനിയൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഇനി നമ്മൾ സൈറസിനെ കുറിച്ചാണ്. സൈറസ് 558 BC മുതൽ 530 BC വരെയാണ് സൈറസിൻ്റെ കാലം. ഒരു ഇറാനിയൻ സാമ്രാജ്യമായ അക്യുമെനിഡ് സാമ്രാജ്യം സ്ഥാപിച്ചത് മഹാനായ സൈറസാണ്. ഇവിടെ ഇന്ത്യയിലല്ല, ഇറാനിലെ ഒരു സാമ്രാജ്യമാണ് അക്യുമെനിഡ്. ആ സാമ്രാജ്യം ഉണ്ടാക്കിയ വ്യക്തിയാണ് സൈറസ് ഭരണാധികാരി. പര്യവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ജേതാവാണ് സൈറസ്. ഇന്ത്യയിൽ സിന്ധു നദിയുടെ പടിഞ്ഞാറുള്ള പ്രദേശങ്ങൾ അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കുകയും തുടർന്ന് ഇന്ത്യയിലെ എല്ലാ ഗോത്രങ്ങളും അദ്ദേഹത്തിന് കീഴടങ്ങുകയും ചെയ്തു. ക്രമിച്ചിട്ടാണ് എന്നാലും കീഴടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ അതുപോലെ കാംബിസസ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് കാംബിസസ്. അദ്ദേഹം ഇന്ത്യയിൽ അത്ര ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് അവിടെ തന്നെ പ്രശ്നങ്ങളായത് കാരണം ഇന്ത്യയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ കഴിഞ്ഞില്ല. ഇനി അടുത്തത് വരുന്നത് ഡാരിയസ് ആണ്. ഡാരിയസ് 522 BC മുതൽ 486 BC വരെയാണ് ഡാരിയസിൻ്റെ കാലഘട്ടം. BC 518 സൈറസിൻ്റെ ചെറുമകനായ ഡാരിയസ് ഒന്നാമൻ സിന്ധു നദിയുടെ താഴ്വര വരെ ആക്രമിച്ച് സിന്ധും പഞ്ചാബും സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഈ പ്രദേശം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ 20ാമത്തെ സത്രപം എന്നാണ് പറയുക. സാമ്രാജ്യത്തിൻ്റെ ഭാഗത്തിന് അങ്ങനെ പറയാം, സത്രപമാക്കി മാറ്റുകയും ചെയ്തു. അതായത് പേർഷ്യയിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഒരു ഭാഗം എന്നോണം ഇന്ത്യയിലെ ഒരു ഏരിയ ആക്കിയിട്ടതിനെ മാറ്റി. അക്യുമെനിഡ് സാമ്രാജ്യത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ളതും ഉൽപ്പാദനക്ഷമവുമായ പ്രവിശ്യയായിരുന്നു അത്. സിന്ധു നദിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഡാരിയസ് സ്കൈലാസിൻ്റെ നേതൃത്വത്തിൽ ഒരു നാവിക പര്യവേഷണം തന്നെ ആരംഭിച്ചു. ഇനി നമ്മൾ അടുത്ത ആൾ വരുന്നത് സെർസെക്സ് ആണ്. അതാണ് അതിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെ കുറിച്ചൊന്ന് പരാമർശിക്കുക. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതിലൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യമൊന്നും വരില്ല കേട്ടോ. സെർസെക്സ് ഞാൻ പറഞ്ഞ ഹിസ്റ്ററിയിൽ ഒരുപാട് വിവരണങ്ങൾ കൂടുതലാണ്.
സെർസെക്സ് ഇന്ത്യയിലെ തൻ്റെ പ്രവിശ്യകളെ ഉപയോഗപ്പെടുത്തി തൻ്റെ ശക്തി ഉറപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അദ്ദേഹം ഗ്രീക്കുകാരെ ആക്രമിക്കാൻ ഇന്ത്യയിൽ നിന്ന് കുതിരപ്പടയാളികളെ അയച്ചു. എന്നാൽ നഷ്ടം നേരിട്ടപ്പോൾ അദ്ദേഹം ഈ ശ്രമത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. ഇതിനുശേഷം ഇന്ത്യയിൽ ഒരു മുന്നേറ്റ തന്ത്രം പിന്തുടരാൻ അക്വിമിനിയക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും അവരുടെ ഇന്ത്യൻ പ്രവിശ്യകളുടെ ചുമതല അവർ അതേപോലെ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്തു. ഇനി റിസൾട്ട്സ് ഓഫ് പേർഷ്യൻ ഇൻവേഷനാണ്. പേർഷ്യൻ അധിനിവേശത്തിൻ്റെ അല്ലെങ്കിൽ പേർഷ്യൻ അക്രമത്തിൻ്റെ ഫലങ്ങൾ. അതിൽ ഒരു ഫലം, ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ഇൻഡോ ഇറാനിയൻ ട്രേഡാണ്. ഇന്തോ ഇറാനിയൻ വ്യാപാരം വികസിച്ചു. പേർഷ്യൻ അധിനിവേശത്തോടെ ഇന്തോ ഇറാനിയൻ വ്യാപാരം വളരെയധികം വികസിച്ചു. ഇന്ത്യയും ഇറാനും തമ്മിൽ ഏകദേശം 200 വർഷത്തോളം ആശയവിനിമയം നടന്നിട്ടുണ്ട്. വ്യാപാരത്തിനാവശ്യത്തിന് വേണ്ടിയിട്ട് ആശയവിനിമയം നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയും പാശ്ചാത്യരുമായുള്ള സമ്പർക്കത്തിലൂടെ പേർഷ്യക്കാർക്കും പാശ്ചാത്യരുമായി അവരുടെ വ്യാപാരത്തിനും വാണിജ്യത്തിനുമുള്ളൊരു തുടക്കമിടാനും സാധിച്ചു. ഇന്ത്യയും പാശ്ചാത്യരും തമ്മിൽ നേരത്തെ ബന്ധം, അതിലൂടെ ഈ പേർഷ്യക്കാർക്കും പാശ്ചാത്യരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ, വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു. അതുപോലെ സാംസ്കാരിക ഫലങ്ങളും കൂടുതലും പ്രാധാന്യം അറിയിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ കേട്ടോ. ഇനി രണ്ടാമത്തൊരു നേട്ടമാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഖരോഷ്ഠി ലിപി. ഖരോഷ്ഠി ലിപിയുടെ അവതരണം. പേർഷ്യക്കാർ ഖരോഷ്ഠി എന്നൊരു പുതിയ ലിപി അവതരിപ്പിച്ചു. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും മറ്റിടങ്ങളിലും എന്താ പറയുക, അശോക ചക്രവർത്തിയുടെ ലിഖിതങ്ങളിലൊക്കെ നമുക്ക് ഈ ഖരോഷ്ഠി ലിപി കാണാൻ സാധിക്കുന്നുണ്ട്. അക്വിമിനീഡ് സാമ്രാജ്യത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന അരാമൈക്ക് അക്ഷരമാല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലിപിയാണ് ഖരോഷ്ഠി ലിപി എന്ന് പറയുന്നത്. അറബി എഴുതുന്നതിന് തുല്യമായിട്ട് ഈ ലിപി വലത്തു നിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. AD 3-ാം നൂറ്റാണ്ടിന് ശേഷം ഖരോഷ്ഠി പ്രത്യേകിച്ച് ആരും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അന്നാണ് ആ ലിപി എല്ലാം ഉപേക്ഷിക്കാൻ തുടങ്ങി. അതോടുകൂടിയിട്ടത് എന്താ പറയുക, ഇല്ലാണ്ടാവുകയും ചെയ്തു. ഇനി അടുത്തൊരു ഫലമാണ് ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ ആർട്ട്. ഇന്ത്യൻ കലയിലുണ്ടായിട്ടുള്ള സ്വാധീനം. അശോകൻ്റെ മൊണോലിത്തിക് തൂണുകളും അവയിൽ കാണപ്പെടുന്ന ശില്പങ്ങളും പേർഷ്യയിലെ മൗര്യന്മാരുടെ കലയിൽ ചെലുത്തിയ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു ഉദാഹരണമായിട്ട് നമുക്കതിനെ എടുക്കാം. അതുപോലെ അശോകൻ്റെ ശാസനങ്ങൾ നൽകുന്ന സങ്കല്പങ്ങളിലും ഉപയോഗിച്ച പദപ്രയോഗങ്ങളിലും ഇറാനിയൻ ഭാഷയുടെ അല്ലെങ്കിൽ ഇറാനിയൻ നിർമ്മാണ ശൈലിയുടെ സ്വാധീനം ഉണ്ട്. അപ്പോൾ അശോകൻ്റെ ലിഖിതങ്ങളിലും അശോകൻ്റെ കൊത്തുപണികളിലും ഒക്കെയാണ് ഈ ഇറാനിയൻ സ്വാധീനം കൂടുതലായിട്ട്. അന്ന് അശോകൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായിട്ടുള്ളതും. അപ്പോൾ ഇന്തോ ഇറാനിയൻ ശൈലിയിലുള്ള ഒരു നിർമ്മാണ വിദ്യ ഇന്ത്യയിലുണ്ടായി എന്നതാണ് കലാരംഗത്തുള്ള സംഭാവന. ഇനി നമ്മൾ ദ ഈവ് ഓഫ് അലക്സാണ്ടേഴ്സ് ഇൻവേഷനാണ്. അലക്സാണ്ടറുടെ ആക്രമണത്തിന് മുമ്പുള്ള അവസ്ഥ പറയുകയാണ്. അലക്സാണ്ടറുടെ ആക്രമണ സമയത്ത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ അനേകം ചെറിയ പ്രവിശ്യകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. ഒരു വിദേശ ശക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരു വിദേശ ശത്രുവിനെതിരെ പരസ്പര സഖ്യമുണ്ടാക്കാനുള്ളൊരു ശക്തി 109 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ആ 109 നാട്ടുരാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അവർ പരസ്പരം ഏറ്റുമുട്ടുകയും പരസ്പരം പോരടിക്കുകയും ചെയ്തു. ഇത് അലക്സാണ്ടർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ തൻ്റെ കാര്യങ്ങൾ നീക്കാൻ സഹായിച്ചു. അവർ പരസ്പരമുള്ള പോരാട്ടങ്ങൾ. പരസ്പരമുള്ള ശത്രുത കാരണം തക്ഷശില, അംബിയുടെ എന്നിവിടങ്ങളിൽ അംബിയുടെ ഭരണകേന്ദ്രം വരെ പിടിച്ചെടുക്കാൻ ആർക്ക് സാധിച്ചു? അലക്സാണ്ടർ. അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അംബി രാജാവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും സമർത്ഥനായ രാജാവായിരുന്നു. അദ്ദേഹത്തെ പോലും കീഴടക്കാൻ ആർക്ക് സാധിച്ചു? അലക്സാണ്ടർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഇൻവേഷൻ ഓഫ് അലക്സാണ്ടറുടെ ആക്രമണം. അത് രഹസ്യമായിട്ട് ചോദിക്കുക കേട്ടോ. അലക്സാണ്ടറുടെ ആക്രമണം, അതിൻ്റെ ഫലങ്ങൾ ചോദിക്കൽ ഇങ്ങനെയാണ്: കോൺസിക്വൻസസ് ഓഫ് അലക്സാണ്ടേഴ്സ് ഇൻവേഷൻ എന്ന്. പക്ഷേ ആദ്യം നമ്മൾ ആക്രമണം ഒന്ന് പറയണം, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റിലേക്ക്, അതിൻ്റെ കോൺസിക്വൻസസിലേക്ക് അടക്കുകയാണ് വേണ്ടത് കേട്ടോ. നോക്കാം. പ്ലൂട്ടാർക്കിൻ്റെ ജീവചരിത്രം, വിവിധ ചിത്രങ്ങൾ, അതുപോലെ ഡയോഡോറസ് സർക്കുലസിൻ്റെ ബിബ്ലിയോതെക്ക, അതുപോലെ സ്ട്രാറ്റോസോയുടെ ഭൂമിശാസ്ത്രം തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിൽ നിന്ന്, ലിഖിതങ്ങളിൽ നിന്നും മറ്റും പരാമർശങ്ങളിൽ നിന്നും നമുക്ക് ആരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ്? അലക്സാണ്ടറുടെ ചരിത്രം നമുക്ക് ലഭ്യമാണ്. ഇന്ത്യയിലെ അലക്സാണ്ടറുടെ ഭരണകാലത്തെ പറ്റിയുള്ള വിശ്വസനീയവും ഉപയോഗപ്രദവുമായ വിവരങ്ങൾ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അരിയൻ എന്ന് പറയുന്ന അരിയൻ്റെ അക്കൗണ്ടും ഇന്ത്യക്കും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അലക്സാണ്ടറിൻ്റെ പ്രചാരണങ്ങളിൽ പങ്കെടുത്തവരും അതുപോലെ തന്നെ ദൃക്സാക്ഷികളായവരും ഒക്കെ ആയിട്ടുള്ളവരുടെ വിവരണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പട്ടാളക്കാരനായ അരിയൻ തൻ്റെ 7 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ പേര് ഹിസ്റ്ററി ഓഫ് അലക്സാണ്ടർ അല്ലെങ്കിൽ അലക്സാണ്ടറുടെ ചരിത്രം എന്നാണ്. അപ്പോൾ അതിലൊക്കെ വിവരിക്കുന്നത് എന്താണ്? ഇന്ത്യയിൽ അലക്സാണ്ടർ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളും ഒക്കെയാണ് പറയുന്നത്. BC 4-ാം നൂറ്റാണ്ടിലെ അലക്സാണ്ടറുടെ ആക്രമണം ഇന്ത്യയിലൊരു പാശ്ചാത്യ ശക്തി നടത്തിയ ആദ്യത്തെ അധിനിവേശമാണ്.
BC 334 തൻ്റെ പിതാവായ ഫിലിപ്പിൻ്റെ മരണശേഷമാണ് അലക്സാണ്ടർ മാസഡോണിയയിലെ ഭരണാധികാരിയായിട്ട് സിംഹാസനത്തിൽ വരുന്നത്. BC 330 അർബല യുദ്ധത്തിൽ ഡാരിയസ് മൂന്നാമനെ അദ്ദേഹം പരാജയപ്പെടുത്തി. അദ്ദേഹം പേർഷ്യയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തു. ഡാരിയസിൻ്റെ പതനത്തോടുകൂടി പേർഷ്യയുടെ മുഴുവൻ നിയന്ത്രണവും അദ്ദേഹത്തിന് കിട്ടി. അലക്സാണ്ടർക്ക് കിട്ടി. BC 336 BC 330 ഇടയിലുള്ള കാലഘട്ടത്തിലെ ഏഷ്യ മൈനർ, സിറിയ, ഈജിപ്ത്, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്നിവയുമായൊക്കെ അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടു. നഷ്ടപ്പെട്ടു പോയ ഇന്ത്യയിലെ പേർഷ്യൻ മേധാവിത്വം വീണ്ടെടുക്കാനും കോഴിക്കോട് തൻ്റെ ഒരു അധിനിവേശം വ്യാപിപ്പിക്കാനും വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി? അലക്സാണ്ടർ നടത്തി. BC 377 അലക്സാണ്ടർ ഖൈബർ ചുരങ്ങളിലെ ഹിന്ദുക്കുഷ് പർവ്വതനിരകളിലൂടെ നീങ്ങുകയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നിരവധി പ്രദേശങ്ങൾ അന്ന് നന്ദരാജവംശത്തിൻ്റെ കീഴിലാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ അവസ്ഥ പഠിക്കുകയും ചെയ്തു. ആ സമയത്ത് പല പ്രവിശ്യകളും സ്വതന്ത്ര ഭരണാധികാരികളെ പോലെ ഭരണം നടത്തുന്നതായിട്ടാണ് അലക്സാണ്ടർക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അലക്സാണ്ടർ വന്ന് ആക്രമിക്കുകയും, എന്നാൽ ഈ ആക്രമണത്തെ, അതായത് ഇങ്ങനെ സ്വതന്ത്ര ഭരണാധികാരികളെ പോലെ ഭരിക്കുകയായതുകൊണ്ട് തന്നെ, ഇത്രയും വിശാലമാണ് നന്ദന്മാരുടെ സാമ്രാജ്യം, അങ്ങനെ ഭരിക്കുകയായതുകൊണ്ട് തന്നെ വിദേശ ആക്രമണകാരികളെ ചെറുക്കാനോ അല്ലെങ്കിൽ അവരെ അട്ടിയോടിക്കാനോ ആര് തയ്യാറായില്ല? നന്ദരാജാക്കന്മാർ തയ്യാറായില്ല. എന്നാൽ ഈ ചെറിയ ചെറിയ പ്രിൻസിപ്പാലിറ്റികളിൽ സ്വതന്ത്ര ഭരണാധികാരികളെ പോലെ ഭരിക്കുന്ന ഭരണാധികാരികളുണ്ടല്ലോ, അവർ ചെറുത്തു നിന്നു കേട്ടോ. തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് അവർ അലക്സാണ്ടർക്കെതിരെ ചെറുത്തുനിൽപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ശത്രുക്കളെ എതിർക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഈ ചെറിയ ചെറിയ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു വിജയമായി, അലക്സാണ്ടറെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായി, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിജയിക്കുന്നതിലേക്ക് നയിച്ചു. അലക്സാണ്ടറും അദ്ദേഹത്തിൻ്റെ സൈന്യവും അസക്കനോയ്ക്ക്, അദ്രസ്തായി തുടങ്ങിയ ഗോത്രങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുകയും ഒടുവിൽ തക്ഷശിലയിൽ എത്തുകയും ചെയ്തു. അതൊരു ഇന്ത്യയിലെ ഓരോ ഗോത്രങ്ങളാണ് കേട്ടോ, അസക്കനോയി, അദ്രസ്തായി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ തക്ഷശിലയിലെത്തിയപ്പോൾ തക്ഷശിലയിലെ ഭരണാധികാരി അമ്പി അദ്ദേഹത്തിന് കീഴടങ്ങുകയും തുടർന്നുള്ള അധിനിവേശനങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്തു. നോക്കണം നിങ്ങൾ, മറ്റൊരു വിദേശ ശക്തിക്ക് കീഴടങ്ങിക്കൊടുക്കുന്നത്. അതേസമയം മറ്റു ഗോത്രങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അമ്പിയെ അലക്സാണ്ടർ രക്ഷിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു അലക്സാണ്ടറോട്. അലക്സാണ്ടർ തയ്യാറായി. പോറസ് എന്ന രാജാവ് ഭരിച്ചിരുന്ന മറ്റൊരു ഗോത്ര റിപ്പബ്ലിക്കിനെതിരായ യുദ്ധത്തിൽ അലക്സാണ്ടറുടെ സൈന്യത്തിൻ്റെ സഹായം ആര് തേടുകയാണ്? ഈ അമ്പി എന്ന ചക്രവർത്തി തേടുകയാണ്. അലക്സാണ്ടർ തയ്യാറായി. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശീയ രാജാവ് തൻ്റെ സമകാലികനായ ഭരണാധികാരിയെ പരാജയപ്പെടുത്താൻ ഒരു വിദേശ ശക്തിയുടെ പിന്തുണ തേടിയത് എന്നാണ് റായ് ചൗധരി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കുറിച്ചിട്ടുള്ളത്. ഇനി അവർ തമ്മിലുള്ള യുദ്ധമാണ്. അതാണ് ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് യുദ്ധം. ചോദിക്കാറുണ്ട് പരീക്ഷ കേട്ടോ, ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് യുദ്ധത്തിൽ, അതായത് ജലനദിയുടെ തീരത്ത് ഉള്ള ഹൈഡാസ്പസ് യുദ്ധത്തിൽ പോറസിൻ്റെ സൈന്യവും അലക്സാണ്ടറുടെയും അമ്പിയുടെയും സംയുക്ത സൈന്യവും പോരാടി. അക്രമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം, ഒരു വിദേശ ശക്തി, എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള സൈന്യം അല്ലേ, അതിനോട് അദമ്യമായ ധൈര്യത്തോടെയും അതുപോലെ നിശ്ചയദാർഢ്യത്തോടെയും പോറസ് ഏറ്റുമുട്ടി. എന്നാൽ അലക്സാണ്ടറുടെ ഉന്നതമായ സൈന്യത്തിൻ്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പരാജയപ്പെടുകയും അലക്സാണ്ടർക്ക് കീഴടങ്ങുകയും ചെയ്തു. പോറസ് രാജാവും സൈന്യവും നടത്തിയ ചെറുത്തുനിൽപ്പിനെ പിന്നീട് അലക്സാണ്ടർ എന്നെ അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ. അത്രയും ശക്തമായൊരു സൈന്യത്തോട് ഏറ്റുമുട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. അഭിനന്ദിക്കുക മാത്രമല്ല, അത് ചെയ്തോടുകൂടിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പല പ്രദേശങ്ങളും അദ്ദേഹം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പോറസിൻ്റെ രാജ്യത്ത് അലക്സാണ്ടർ 2 ഗ്രീക്ക് സെറ്റിൽമെൻറ്റുകൾ, 2 അധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഒന്ന് നിക്കായി എന്ന പേരിൽ അറിയാം, ഗ്രീക്ക് ഭാഷയാണ് കേട്ടോ, നിക്കായി മറ്റൊന്ന് ബുസെ പാലസ് അല്ല ഫാലസ് എന്നിങ്ങനെ 2 സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിച്ചു? അലക്സാണ്ടർ സ്ഥാപിച്ചു. 1 വേർഡ് ചോദിക്കും, അതിനാണ് അത് പ്രത്യേകം പറഞ്ഞു തരുന്നത്. അലക്സാണ്ടർ മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സൈന്യം തുടർച്ചയായുള്ള യുദ്ധങ്ങളിൽ തളർന്നു. മാത്രമല്ല പലരും രോഗബാധിതരാവുകയും ചെയ്തു. ധനനന്ദിൻ്റെ അതിശക്തമായ സൈന്യത്തെ പരാജയപ്പെടുത്താൻ ഇനി ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഈ സൈന്യം മനസ്സിലാക്കി. തൻ്റെ സൈനികരോടുള്ള സഹാനുഭൂതിയും അനുഭൂതി കാരണം അലക്സാണ്ടർ അവരോട് ഗ്രീസിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ഉത്തരവിട്ടു. അലക്സാണ്ടർ തൻ്റെ സൈനിക കീഴടക്കലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ബിയാസ് നദിയുടെ തീരത്ത് 12 ബലിപീഠങ്ങൾ നിർമ്മിച്ചു.
പിൻവാങ്ങാനുള്ള അവരുടെ പദ്ധതി ഉണ്ടായിരുന്നിട്ടും പിന്നീടും പല ചെറിയ ചെറിയ ഗോത്രങ്ങളോടും അദ്ദേഹം ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ തുടർച്ചയായ യുദ്ധങ്ങൾക്ക് ശേഷം BC 323 അലക്സാണ്ടറും അദ്ദേഹത്തിൻ്റെ നിരവധി സൈനികരും ചതുപ്പ് പനി എന്ന് പറയും, അനീമിയ പോലെയുള്ള ചതുപ്പ് പനിക്ക് ചതുപ്പ് പനി അവരെ ബാധിക്കുകയും ബാബിലോണിയയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അലക്സാണ്ടറുടെ അധിനിവേശം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയ ഘടനയെ തകർത്തിട്ടുണ്ട്. ഇത് വിദേശ ആക്രമണകാരികൾക്കെതിരായ കടുത്ത പ്രതികരണത്തിന് കാരണമായി. അങ്ങനെ രാഷ്ട്രീയ ഏകീകരണത്തിനുള്ള ഒരു എന്താ പറയുക ഒരു തുടക്കത്തിന് ഇന്ത്യയിലത് കാരണമാവുകയും ചെയ്തു. ഇനി നമുക്ക് ഇമ്പാക്റ്റ് ഓഫ് അലക്സാണ്ടേഴ്സ് ഇൻവേഷനാണ്. നമുക്ക് ഇമ്പാക്റ്റ് കുറച്ചുള്ളൂ പഠിക്കുകയാണ്. അപ്പോൾ നമ്മളത് എസ്സേ ആയിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞത് അത്രയും എഴുതി അഡാസ്പസ് യുദ്ധമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ഇതിലേക്ക് വരണം കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കുക ഇനി ഇമ്പാക്റ്റുകൾ. അലക്സാണ്ടറുടെ അധിനിവേശത്തിൻ്റെ ആഘാതങ്ങൾ, പ്രത്യാഘാതങ്ങൾ. അധിനിവേശം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനത്തെ മാറ്റിമറിച്ചു. കീഴടക്കിയ പ്രദേശങ്ങളെ ഏകോപിപ്പിച്ച് ഏകീകൃത രാഷ്ട്രീയ ഘടന അലക്സാണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നീലകണ്ഠ ശാസ്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. അലക്സാണ്ടറുടെ ആക്രമണം അവരുടെ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയായതുകൊണ്ട് ഇന്ത്യയിൽ തദ്ദേശീയർ അവരുടെ ശത്രുക്കളെ ചെറുക്കുകയും തങ്ങളുടേതായ ഒരു സംഘടിത ഭരണഘടനയുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആവശ്യകത തിരിച്ചറിയുകയും ചെയ്തു. ഇന്ത്യയും പാശ്ചാത്യ ലോകവും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലേക്ക് ആക്രമണം വഴിയൊരുക്കി. തുടർന്ന് വ്യാപാരികളും മിഷണറിമാരും തൊഴിലാളികളും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മതപരമായ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെത്തി. കല, ശാസ്ത്രം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ഗ്രീക്ക് സ്വാധീനം വളരെ പ്രകടമാണ്. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും ഗംഭീരമായ കലാസൃഷ്ടികൾ നിർമ്മിക്കുന്നതിനും വേണ്ടി ഗ്രീക്കുകാർ ഗ്രീസിൽ നിന്ന് ഗാന്ധാരത്തിലേക്ക് കലാകാരന്മാരെയും ശില്പികളെയും ക്ഷണിച്ചു വരുത്തി. ബുദ്ധമതത്തെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഗാന്ധാര കലയുടെ സ്ഥാപനത്തിന് ഇത് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർക്കിടയിലെ ഗ്രീക്ക് വിജ്ഞാന സമ്പ്രദായങ്ങളുടെ പ്രചാരത്തിന്, അതായത് ജ്യോതിശാസ്ത്രം, ലോഹശാസ്ത്രം, നാണയശാസ്ത്രം എന്നീ മേഖലകളിൽ ഇന്ത്യക്കാരുടെ ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾക്കിത് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫലങ്ങൾ, പ്രത്യാഘാതങ്ങൾ വരുന്നത്. നല്ലതും ചീത്തയായതുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യാഘാതം. പക്ഷേ അത് മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എസ്സേക്ക് 10 മാർക്ക് കിട്ടില്ല. അപ്പോൾ അഡാസ്പസ് യുദ്ധം, അദ്ദേഹത്തിൻ്റെ ആക്രമണത്തിൻ്റെ തുടക്കം മുതൽക്ക് ഇങ്ങോട്ട് എഴുതിയിട്ട് നമ്മളൊരു എസ്സേ കംപ്ലീറ്റ് ആക്കണം കേട്ടോ. ഓക്കെ, ഇത്രയാണ് ഒരു യൂണിറ്റ് വരുന്നത്. താങ്ക്സ്.